വാഷിംഗ്ടൺ പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം വളരെയധികം ഗൗരവത്തോടെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത. ആ വാർത്ത രാജ്യത്തെ പല മാധ്യമങ്ങളും അത്ര ഗൗരവത്തോടെ നൽകിയില്ല. ആ വാർത്ത ഇങ്ങനെയാണ്: കടവും കേസുമായി വലയുന്ന അദാനിയെ രക്ഷിക്കാൻ മോദി സർക്കാരിന്റെ പദ്ധതി. LICയുടെ 3.5 ലക്ഷം കോടി രൂപ അദാനി കമ്പനിയിലേക്ക് നിക്ഷേപിക്കുന്നതായിരുന്നു വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. BJPയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഏറ്റവും വലിയ അടുപ്പക്കാരനായി അറിയപ്പെടുന്ന ഗൗതം അദാനിയുടെ വ്യവസായ സാമ്രാജ്യത്തെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് കൈക്കൂലി തട്ടിപ്പ് തുടങ്ങിയ കേസുകളിൽ നേരിടുന്ന അദാനി ഗ്രൂപ്പിന്റെ കടങ്ങൾ ഈ അടുത്ത കാലത്ത് വലുതായി വർദ്ധിക്കുകയും കുടിശ്ശികയുടെ സമയപരിധി കടക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയിലെ കേസ് മൂലം ദീർഘകാലമായി വായ്പകൾ നൽകുന്ന പല US, യൂറോപ്യൻ ബാങ്കുകളും ഇപ്പോൾ അദാനിയെ സഹായിക്കാൻ മടിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് അദാനിയെ സഹായിക്കാൻ ഇന്ത്യയിലെ പാവപ്പെട്ട ഗ്രാമീണ ജനങ്ങളുടെ നിക്ഷേപ പദ്ധതിയായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അഥവാ LICയിൽ നിന്ന് $390 കോടി അഥവാ ഏതാണ്ട് 3.5 ലക്ഷം കോടി രൂപ അദാനി കമ്പനിയിലേക്ക് നിക്ഷേപിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നത്. അതിന്റെ ആദ്യഘട്ടം നൽകിക്കഴിഞ്ഞു എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദാനിക്ക് അകമഴിഞ്ഞ പിന്തുണയാണ് ഈ സർക്കാർ നൽകുന്നത്. ഒരു പ്രതിസന്ധിയും അദാനിക്ക് വരാതിരിക്കാൻ വേണ്ടി സർക്കാർ എന്തും ചെയ്യും എന്നതിന്റെ തെളിവ് ഇന്ത്യൻ ജനതയാണ് അദാനിയെ രക്ഷിക്കാൻ വീണ്ടും വീണ്ടും പണം മുടക്കേണ്ടി വരുന്നത്. ആ പണമാകട്ടെ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പണവും. നമുക്ക് കൃത്യമായി തന്നെ ഗ്രാഫിക്സിലൂടെ പരിശോധിക്കാം വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് എന്താണെന്ന്. അതായത് വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്ന രേഖകൾ അനുസരിച്ച് $3.9 ബില്യൺ നിക്ഷേപമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ മെയ് മാസത്തിലാണ് LICയിൽ നിന്ന് അദാനിയുടെ ബിസിനസ്സുകളിലേക്ക് ഏകദേശം $3.9 ബില്യൺ നിക്ഷേപം നടത്താനുള്ള നിർദ്ദേശം ചില ഉദ്യോഗസ്ഥർ തയ്യാറാക്കി സമർപ്പിച്ചത്. അദാനി പോർട്ടിന് മെയ് മാസത്തിൽ അവരുടെ നിലവിലുള്ള കടം തിരിച്ചടിക്കുന്നതിന് വേണ്ടിയാണ് ബോണ്ടുകൾ വഴി ഏകദേശം $5.85 ദശലക്ഷം സമാഹരിക്കേണ്ടിയിരുന്നു. അതേ മാസം തന്നെയാണ് LIC വഴിയുള്ള സഹായത്തിന്റെ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. മെയ് 30 ഈ ബോണ്ടുകൾ പൂർണ്ണമായും ധനസഹായം LIC ഒറ്റ നിക്ഷേപകനായ അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു. ഒരു പൊതു ഫണ്ടിന്റെ ദുരുപയോഗമാണ് നടന്നതെന്നാണ് അദാനിക്കെതിരെ ഉയർന്ന വിമർശനം. എന്നാൽ ഈ $58.5 കോടി നിക്ഷേപം ഒരു വലിയ പദ്ധതിയുടെ ചെറിയ ഭാഗം മാത്രമെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റിന് ലഭിച്ച വിവരങ്ങളും അഭിമുഖങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ ഏറ്റവും ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുള്ള വ്യവസായ അധിപന്റെ സ്ഥാനത്തിലേക്ക് നികുതിദായകരുടെ പണം എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത് എന്ന് തന്നെയാണ് പ്രധാനമായും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വ്യവസ്ഥ LICക്ക് അപകട സാധ്യതയാണ്. LICയിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തുന്നത് സാധാരണക്കാരാണ്. ഒരു സ്വകാര്യ കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ഇത്രയധികം തുക നിക്ഷേപിക്കുന്നത് LIC സംബന്ധിച്ചിടത്തോളം അപകടകരമാണ്. അദാനിക്ക് കൂടുതൽ ബിസിനസ് പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇന്ത്യയിലെ ഗ്രാമീണ ദരിദ്ര ജനതയുടെ രക്ഷാകേന്ദ്രമായ LIC ഗുരുതരമായ അപകടാവസ്ഥയിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. LICക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അതായത് സർക്കാരിന് മാത്രമേ LIC രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഏകദേശം $3.4 ബില്യൺ വരുന്ന ബോണ്ട് നിക്ഷേപങ്ങളിൽ ഭൂരിഭാഗവും അദാനി ഗ്രൂപ്പിന്റെ 2 ഉപസ്ഥാപനങ്ങളിലേക്ക് വിഭജിച്ച് നൽകാനാണ് ഇന്ത്യൻ ധനമന്ത്രാലയം LICയോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡിനാണ്. ഇന്ത്യൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ AAA റേറ്റിംഗ് നൽകിയ ഈ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചാൽ 7.5 മുതൽ 7.8% വരെ വരുമാനം ലഭിക്കുമെന്നും 10 വർഷത്തെ സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന 7.2% വരുമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് കൂടുതലാണ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ്. ഈ സ്ഥാപനത്തിന് ഇന്ത്യൻ AA ഗ്രേഡ് റേറ്റിംഗ് ഉണ്ട്. ഇതിൽ നിക്ഷേപിച്ചാൽ 8.2% വരെ വരുമാനം നൽകാൻ കഴിയും. അദാനിയുടെ പ്രധാന ബിസിനസ്സുകളുടെ വിലയിരുത്തലുകളിൽ അന്താരാഷ്ട്ര ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾക്ക് അത്ര ഔദാര്യം കാണിച്ചിട്ടില്ല. അതായത് ഫിച്ച് അദാനിയുടെ തുറമുഖവും ഉപസ്ഥാപനത്തിനും അദ്ദേഹത്തിന്റെ 2 ഗ്രീൻ എനർജി നിക്ഷേപങ്ങൾക്കും BBB റേറ്റിംഗ് ആണ് നൽകിയിട്ടുള്ളത്. പാവപ്പെട്ടവർക്കും ഗ്രാമീണ പൗരന്മാർക്കും LICയിലൂടെ നൽകുന്ന പണം ഇത്തരത്തിൽ പൊളിഞ്ഞു പോകാൻ കഴിവുള്ള ഒരു കമ്പനിയിൽ നിക്ഷേപിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളുണ്ട്. ഈ വിവാദങ്ങളോട് അദാനി ഗ്രൂപ്പ് പറയുന്ന പ്രധാനപ്പെട്ട വാദം ഇങ്ങനെയാണ്. അദാനി ഗ്രൂപ്പിന്റെ പ്രസ്താവനയിൽ പ്രധാനമായും പറയുന്നത് അദാനി പോർട്സ്, അംബുജ സിംസ്, ഗ്രീൻ എനർജി, പവർ ട്രാൻസ്മിഷൻ ഉപസ്ഥാപനങ്ങളിലെ ആസ്തികൾക്ക് മേലുള്ള കടം കുറവാണെന്നും അത് കുറയുന്നുണ്ടെന്നും ഇവയ്ക്ക് AAA റേറ്റിംഗ് ഉണ്ട് എന്നുമാണ്. ഏത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ഈ AAA നൽകി എന്ന കമ്പനി വ്യക്തമാക്കിയിട്ടില്ല. അതിൽ ഗൂഢാലോചനയുണ്ട്. ഇതിൽ LIC പറയുന്ന ഒരു കാര്യം, തങ്ങളുടെ 250 ദശലക്ഷത്തിലധികം പോളിസി ഉടമകൾക്ക്
വരുമാനം ലഭിക്കുന്ന പദ്ധതി ആയതിനാൽ ഈ നിക്ഷേപങ്ങൾ സമയബന്ധിതമായി നടത്തുന്നതിന് വേഗത്തിനാക്കാനുള്ള അവലോകനത്തിനും അംഗീകാരത്തിനും സൗകര്യമൊരുക്കണമെന്നാണ് LIC ധനകാര്യ മന്ത്രാലയത്തിനോട് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ വിവരങ്ങളും രേഖകളും വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. LIC സംബന്ധിച്ചിടത്തോളം ഈ പണം കൊടുക്കുന്ന സമയത്ത് പോലും വലിയ രീതിയിലുള്ള ആശങ്കകളും അവരെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദാനിയുടെ പ്രതികരണം എങ്ങനെയാണ്? LIC ഫണ്ടുകൾ വഴിതിരിച്ചുവിടാനുള്ള സർക്കാർ പദ്ധതി എന്ന് ആരോപിക്കപ്പെടുന്ന ഈ വിഷയവുമായി തങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ദ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി എന്നോണമാണ് അദാനി ഗ്രൂപ്പ് ഈ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. LIC നിരവധി കോർപ്പറേറ്റ് ഗ്രൂപ്പുകളിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. അദാനിക്ക് പ്രത്യേക പരിഗണന നൽകുന്നു എന്ന് പറയുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. മാത്രമല്ല, തങ്ങളുടെ സ്ഥാപനങ്ങളിലെ നിക്ഷേപങ്ങളിൽ നിന്ന് LICക്ക് ലാഭം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അദാനി എന്ന മുങ്ങുന്ന കപ്പലിനെ പറ്റിയാണ് ഇനി പറയാനുള്ളത്. 2025-26 സാമ്പത്തിക വർഷത്തേക്ക് കമ്പനി ഫയൽ ചെയ്തിട്ടുള്ള രേഖകൾ പ്രകാരം കഴിഞ്ഞ ജൂണിൽ അവസാനിക്കുന്ന 12 മാസത്തിനുള്ളിൽ അദാനി ഗ്രൂപ്പിന്റെ മൊത്തം കടം 20% കൂടിയത്. ഈ കാലയളവിൽ അദാനി ഗ്രൂപ്പിന്റെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക എന്ന തന്ത്രപരമായ ലക്ഷ്യം ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചുരുക്കം പറഞ്ഞാൽ, മുങ്ങുന്ന അദാനി ഗ്രൂപ്പിനാണ് സർക്കാർ കോടിക്കണക്കിന് രൂപ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. LIC ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ വാർത്തയെ തന്നെ, അതായത് വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്നിരിക്കുന്ന വാർത്തയെ തന്നെ LIC നിഷേധിക്കുകയാണ് LIC ചെയ്യുന്നത്. മറ്റൊന്ന്, അദാനിയിലെ US ബന്ധപ്പെട്ടുള്ള ചില നിയമ നടപടികൾ ഇപ്പോഴും അദാനി ഗ്രൂപ്പ് നേടുന്നുണ്ട്. അതായത് തെറ്റായ വിവരങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ US നിക്ഷേപകരിൽ നിന്ന് ഫണ്ട് നേടാൻ ബില്യൺ കണക്കിന് ഡോളറുകളുടെ തട്ടിപ്പ് നടത്തിയതിന് മാസങ്ങൾക്ക് മുൻപ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് അദാനിക്കെതിരെ കുറ്റം ചുമത്തിയിരുന്നു. സമാന്തരമായി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഓഹരി വിപണി നിയമം ലംഘിച്ചതിനും കേസെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള അദാനിയാണ് ഇപ്പോൾ LIC പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ഫണ്ട് അദാനി ഗ്രൂപ്പിലേക്ക് ഒഴുക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു വസ്തുത. മറ്റൊന്ന്, അപകട സാധ്യതയുള്ള നിക്ഷേപം. അതായത് ഇപ്പോഴത്തെ പ്രതിസന്ധികൾ അദാനി ഗ്രൂപ്പിന്റെ അന്താരാഷ്ട്ര തലത്തിൽ പണം സമാഹരിക്കുന്നതിന് തടസ്സമായിട്ടുണ്ട്. അമേരിക്കൻ അന്വേഷണങ്ങൾ നടക്കുന്നതിനിടയിൽ ഈ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്നതിന് പേരുദോഷമുണ്ടാക്കുമോ എന്ന് പ്രമുഖ അമേരിക്കൻ മറ്റ് പാശ്ചാത്യ ബാങ്കുകൾ ആശങ്കപ്പെടുന്നുണ്ട് എന്നാണ് റോയിട്ടേഴ്സ് പറയുന്നത്. അദാനി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അമേരിക്കൻ ഡോളർ വിപണിയിൽ നിന്ന് പണം സമാഹരിക്കുന്നതിൽ നിന്ന് അദാനിക്ക് വിലക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് അദാനിയുടെ കമ്പനിയുടെ സാമ്പത്തിക ഭാവിയെ ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ്. നെഗറ്റീവ് പ്രതികരണങ്ങൾ വരികയാണ് എങ്കിൽ അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളെ അവ പെട്ടെന്ന് ബാധിക്കും. ഇത് ഹ്രസ്വകാലത്തേക്കാണെങ്കിലും അവരുടെ വിലയിടിയാൻ കാരണമാകുന്നുണ്ട് എന്നും രേഖയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു മുങ്ങുന്ന കപ്പലിലേക്കാണ് LIC പണം മുടക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. നോക്കൂ, രാജ്യത്തെ മാധ്യമങ്ങളുടെ ബഹുഭൂരിപക്ഷം ഷെയറുകളും അദാനി ഗ്രൂപ്പിന്റെ കൈവശമാണുള്ളത്. NDTV അടക്കമുള്ള മാധ്യമങ്ങളുടെ ഷെയറുകൾ കൂടുതലും അദാനി ഗ്രൂപ്പിന്റെ കൈവശമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാർത്തയെ ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള ഒരു സമീപനമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. LIC നൽകുന്ന വിശദീകരണം അനുസരിച്ച് ഇത്തരത്തിൽ വാഷിംഗ്ടൺ പോസ്റ്റ് നൽകുന്ന വാർത്തകളെല്ലാം സത്യവിരുദ്ധമാണ്. ഇത്തരത്തിലുള്ള ഒരു നീക്കവും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും വാഷിംഗ്ടൺ പോസ്റ്റ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. അമേരിക്കയിൽ വലിയ രീതിയിലുള്ള നിയമ നടപടികൾ നേരിടേണ്ട വ്യക്തി കൂടിയാണ് അദാനി ഗ്രൂപ്പ്. മുങ്ങുന്ന കപ്പലിലേക്ക് സാധാരണക്കാരുടെ പണമാണ് അദാനിക്ക് വേണ്ടി കേന്ദ്ര സർക്കാരും അദാനിയുടെ പ്രിയപ്പെട്ട ചങ്കായ മോദിയും നൽകുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു വസ്തുത.